ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് എക്യൂൻ എൻസെഫലൈറ്റിസ്, RTS മലേറിയ വാക്സിൻ, ഉൺറാവ, എക്കോവാസ്, ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട്, നെക്സ്റ്റ് എക്സാം, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് ലാ റിയൂണിയൻ. അപ്പോൾ അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്യൂൻ എൻസെഫലൈറ്റിസിനെ കുറിച്ചാണ്. ഈ എക്യൂൻ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന അസുഖത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ലാറ്റിൻ അമേരിക്കയിൽ അല്ലെങ്കിൽ വെസ്റ്റേൺ എക്യൂൻ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന ഇതിൻ്റെ ഒരു വേരിയൻറ്റ് അർജന്റീനയിൽ ഔട്ട് ബ്രേക്ക് ചെയ്തതായിട്ടുള്ളൊരു ന്യൂസ് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 12 അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ വെസ്റ്റേൺ എക്യൂൻ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്നത് ഇതൊരു മോസ്കിറ്റോ ബോൺ ആയിട്ടുള്ള ഇൻഫെക്ഷസ് ഡിസീസാണ്. അപ്പോൾ ഇതിൻ്റെ കാരണക്കാരൻ എന്ന് പറയുന്നത് വെസ്റ്റേൺ എക്യൂൻ എൻസെഫലൈറ്റിസ് വൈറസ് അല്ലെങ്കിൽ WEEV എന്ന് പറയുന്ന വൈറസ് ആണ്. അപ്പോൾ ഇതിനകത്ത് മോസ്കിറ്റോ ആക്ച്വലി ഇതിൻ്റെ ഒരു വെക്റ്റർ മാത്രമാണ്. ഇത് നോർമലി കണ്ടുവരുന്നത് പാസറീൻ ബേർഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹമ്മിങ് ബേർഡ്സ് ഒക്കെ പോലത്തെ വളരെ ചെറിയൊരു പക്ഷിയുണ്ട്. ആ പക്ഷിയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റിസർവോയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് മോസ്കിറ്റോ വഴിയാണ് മറ്റുള്ള മൃഗങ്ങളിലേക്ക് ഇതിൻ്റെ ട്രാൻസ്മിഷൻ നടക്കുന്നത്. അപ്പോൾ മോസ്കിറ്റോ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വെക്റ്റർ ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു രോഗം മറ്റൊരാളിലേക്ക് ഇതിൻ്റെ ഹോസ്റ്റിൽ നിന്ന് മറ്റൊരു ജീവിയിലേക്ക് പടർത്തുന്നൊരു വെക്ടറായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇതിനകത്ത് മെജോറിറ്റി കേസിലും ഈ മോസ്റ്റ് ഓഫ് ദി ഇൻഫെക്ഷൻസും അസിംറ്റമാറ്റിക് ആയിരിക്കും. പക്ഷേ ഇത് സിവിയർ ആയി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നൊരു അസുഖം കൂടിയാണ് ഈ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് RTS മലേറിയ വാക്സിനാണ്. ഈ RTS മലേറിയ വാക്സിന് നമ്മുടെ ആഫ്രിക്കയിലുള്ള ചില രാജ്യങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയതിനെക്കുറിച്ച് ഒരു വാർത്ത ഹിന്ദുവിൻ്റെ പേജ് 13 അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ കാമറൂൺ എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യമാണ് ഇത്തരത്തിൽ RTS മലേറിയ വാക്സിനെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ റൊട്ടീൻ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ സർവീസിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് കാമറൂൺ എന്ന് പറയുന്നത്. ഈ RTS മലേറിയ വാക്സിൻ എന്ന് പറയുന്നത് ഈ പാരസൈറ്റിക് ഡിസീസുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഫസ്റ്റ് എവർ വാക്സിൻ എഗെയിൻസ്റ്റ് പാരസൈറ്റിക് ഡിസീസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇത്തരത്തിലുള്ള പാരസൈറ്റിക് ഡിസീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആദ്യത്തെ വാക്സിനായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് ഈ മലേറിയ പാരസൈറ്റിനകത്ത് ഏറ്റവും ഡെഡ്ലി ആയിട്ടുള്ള ഒരു പ്ലാസ്മോഡിയം ഫാൽസിപ്പാർ എന്ന് പറയുന്ന ഒരു പാരസൈറ്റ് ഉണ്ട്, ഒരു മലേറിയ വേരിയൻ്റ് ഉണ്ട്. അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു വാക്സിനാണ് ഈ RTS വാക്സിൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കൂടെ മലേറിയയെക്കുറിച്ചും അതുപോലെ തന്നെ ഈ വാക്സിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗവി അല്ലെങ്കിൽ ഗ്ലോബൽ അലയൻസ് ഫോർ വാക്സിൻസ് ആൻഡ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്ന ഒരു അലയൻസിനെ കുറിച്ചും അറിഞ്ഞിരിക്കാം. മലേറിയ എന്ന് പറയുന്നത് നമുക്ക് ജീവൻ നഷ്ടപ്പെടാൻ വരെ കാരണമായേക്കാവുന്ന ഒരു ഡിസീസാണ്. ഇതിന് കാരണക്കാരൻ ഒരു പാരസൈറ്റ് ആണ്. അത് ആളുകളിലേക്ക് വരുന്നത് ബേസിക്കലി ഈ ഒരു ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ എന്ന് പറയുന്ന മോസ്കിറ്റോ കടിക്കുമ്പോഴാണ് ഇത് ആളുകളിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള, ക്യൂറബിൾ ആയിട്ടുള്ള ഒരു ഡിസീസാണെന്ന് മനസ്സിലാക്കുക. പക്ഷേ സിവിയർ കേസിൽ ആളുകൾ മരണപ്പെടാൻ കാരണമാകാറുണ്ട്. അപ്പോൾ 5 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ മരണത്തിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട ഡിസീസുകളിൽ ഒന്നാണ് മലേറിയ എന്ന് പറയുന്നത്. ഇനി ഈ ഗവി അല്ലെങ്കിൽ ഗ്ലോബൽ അലയൻസ് ഫോർ വാക്സിൻ ആൻഡ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത് 2000 തുടക്കത്തിൽ ആരംഭിച്ചിട്ടുള്ള ഒരു പബ്ലിക് പ്രൈവറ്റ് ഗ്ലോബൽ ഹെൽത്ത് പാർട്ട്ണർഷിപ്പാണ് ഈ ഗവി എന്ന് പറയുന്നത്. അപ്പോൾ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പാവപ്പെട്ട രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് ഇമ്മ്യൂണൈസേഷനിലേക്കുള്ള ആക്സസ്, അല്ലെങ്കിൽ ഈ വാക്സിനേഷനിലേക്കുള്ള ആക്സസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമായിട്ട് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഉൺറാവയാണ്. ഈ ഉൺറാവ അല്ലെങ്കിൽ UNWRA കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു UN കീഴിൽ വരുന്നൊരു സംഘടനയാണ്. പാലസ്തീൻ റെഫ്യൂജീസിനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഉൺറാവ എന്ന് പറയുന്നത്. അപ്പോൾ ഉൺറാവയ്ക്കുള്ള ഫണ്ടിങ് റദ്ദാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 9ഓളം വെസ്റ്റേൺ രാജ്യങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ അതിനെക്കുറിച്ച് ഹിന്ദുവിൻ്റെ പേജ് 13 ഇന്നൊരു ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള കാരണം, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉൺറാവ ഫണ്ടിങ് ഇവർ കട്ട് ചെയ്യാനുള്ള കാരണമായിട്ട് അവർ പറയുന്നത്, ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലി ആക്രമണങ്ങളുടെ ഒരു തുടക്കം എന്ന് പറയുന്നത് 2023 ഒക്ടോബർ 7 ഗാസയിലെ റൂളിംഗ് പാർട്ടി ആയിട്ടുള്ള, അല്ലെങ്കിൽ റൂളിംഗ് കക്ഷിയായിട്ടുള്ള ഹമാസിൻ്റെ മിലിറ്റൻസ്
ഇസ്രായേൽ നടത്തിയിട്ടുണ്ടായിരുന്ന വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ്. ഏകദേശം 1000-ൽ കൂടുതൽ ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് ഇസ്രായേൽ പറയുന്ന, ഏകദേശം 200-ൽ കൂടുതൽ ആൾക്കാരെ ഹമാസ് തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ള ഒരു വയലന്റ് ആയിട്ടുള്ള ഇൻസിഡന്റ് ആണ് ഒക്ടോബർ 7 നടക്കുന്നത്. അപ്പോൾ ഈ ഒക്ടോബർ 7 പലസ്തീനിലെ ഈ മിലിറ്റന്റ് ഓർഗനൈസേഷൻസ് ഇസ്രായേലിലേക്ക് കടന്നു കയറി നടത്തിയിട്ടുള്ള ഈ ഒരു ആക്രമണത്തിനകത്ത് ഈ ഉൺറാവയിൽ പ്രവർത്തിക്കുന്ന ഒരു കുറച്ച് വർക്കേഴ്സും ഇതിനകത്ത് പങ്കെടുത്തതായിട്ടുള്ളൊരു ഇന്റലിജൻസ് റിപ്പോർട്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ ഇവർ ഈ ആ ആക്രമണത്തിൽ പങ്കെടുത്ത ആൾക്കാരെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴേക്കും അവരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു മൊഴി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അത്തരത്തിൽ ഉൺറാവ വർക്കേഴ്സിന് ഇതുമായിട്ട് ഈ ഹമാസുമായിട്ട് ബന്ധമുണ്ടെന്നുള്ളത് ഒരുപാട് കാലമായിട്ട് ഇസ്രായേൽ ആരോപിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിന് തീർച്ചയായിട്ട് തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും തെളിവൊന്നുമില്ല. പക്ഷേ ഇത്തരത്തിലൊരു ആരോപണം ഇസ്രായേൽ, ഇങ്ങനെ ഒരു സാക്ഷിമൊഴിയുണ്ട് അല്ലെങ്കിൽ ഇവരുടെ പ്രതികളുടെ മൊഴിയുണ്ട് എന്നുള്ളൊരു ആരോപണം ഇസ്രായേൽ ഉന്നയിച്ചതോട് കൂടിയിട്ടാണ് ഇസ്രായേലിന്റെ അലൈസ് ആയിരുന്ന ഏകദേശം 9 വരുന്ന രാജ്യങ്ങൾ ഈ ഉൺറാവക്കുള്ള ഫണ്ടിങ് തൽക്കാലത്തേക്ക് റദ്ദാക്കിയിട്ടുള്ളത്. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് US-ഉം കാനഡയും ജർമ്മനിയാണ്. ഓക്കെ, അപ്പോൾ US-ഉം കാനഡയും ജർമ്മനിയെ എടുത്തു പറയാൻ കാരണം ഈ ഉൺറാവയുടെ ഫണ്ടിങ്ങിനകത്ത് വലിയൊരു പെർസെൻറ്റേജും വരുന്നത് US-ന്റെ ഫണ്ടിങ് ആണ്. ഏകദേശം $200 മില്യൺ അടുത്താണ് ഇവർ ഒരു വർഷം ഉൺറാവയ്ക്ക് വേണ്ടിയിട്ട് ഫണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ ഉൺറാവ എന്ന് പറയുന്ന UN ഏജൻസിയുടെ പ്രവർത്തനത്തിനെ കാര്യമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഉൺറാവയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസി ഫോർ പാലസ്തീൻ റെഫ്യൂജീസ് ഇൻ ദി നിയർ ഈസ്റ്റ് എന്നാണ് ഇവരുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. സോ നേരത്തെ സൂചിപ്പിച്ചു പോലെ, അല്ലെങ്കിൽ ഈ പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇതൊരു UN ഏജൻസിയാണ്. അതുപോലെ തന്നെ ഇവരുടെ ജോലി എന്ന് പറയുന്നത് പാലസ്തീനിയൻ റെഫ്യൂജീസിന്, അത് പാലസ്തീനിയൻ റെഫ്യൂജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി 1948 ഇസ്രായേൽ ഫോം ചെയ്ത സമയത്ത് നടന്നിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് അറബ് ഇസ്രായേൽ വാർ ഉണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഈ പലസ്തീൻ്റെ ടെറിട്ടറീസിലേക്ക് ഇസ്രായേൽ വലിയ ഇതിലുള്ള ആക്രമണങ്ങൾ നടത്തി ഒരുപാട് പ്രദേശങ്ങൾ ഇസ്രായേൽ ഇല്ലീഗലി ഓക്യുപ്പൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയയിൽ നിന്ന് ഏകദേശം 7 ലക്ഷത്തോളം ആൾക്കാർ പലായനം ചെയ്തിട്ടുണ്ട്, പലസ്തീനിയൻ അറബ്സ്. ഓക്കെ, അപ്പോൾ അതിനെ ആ ഒരു ഇൻസിഡൻറ്റിനെയാണ് ഇവർ നക്ബ എന്നൊക്കെ അവിടെ വിളിക്കാറുള്ളത്. സോ അപ്പോൾ ഇതിനകത്ത് ഇത്തരത്തിൽ റെഫ്യൂജീസ് ആയിട്ട് മാറിയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ബേസിക് സിവിക് കമ്മ്യൂണിറ്റീസ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള അവശ്യ സാധനങ്ങളും സർവീസുകളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള UN ഏജൻസിയാണ് ഈ ഉൺറാവ എന്ന് പറയുന്നത്. അപ്പം നിലവിൽ 2019 കണക്കുകൾ അനുസരിച്ച് ഏകദേശം 5.6 മില്യൺ പലസ്തീനിയൻസ് ഈ ഉൺറാവക്കകത്ത് രജിസ്റ്റേർഡ് ആയിട്ടുണ്ടെന്നാണ്, റെഫ്യൂജീസ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരിപ്പോൾ പ്രധാനമായിട്ടും ഇവർ പ്രവർത്തിക്കുന്നത് ഈ ഓക്യുപ്പൈഡ് ഈസ്റ്റ് ജെറുസലേമിലും, അതായത് ഇസ്രായേൽ ഇല്ലീഗലി ഓക്യുപ്പൈ ചെയ്തേക്കുന്ന ഈസ്റ്റ് ജെറുസലേമിലും, അതുപോലെ തന്നെ ഇവരുടെ റെഫ്യൂജി ക്യാമ്പ്സ് ഉള്ള വെസ്റ്റ് ബാങ്കിലൊക്കെ ഉള്ള ചില പ്രദേശങ്ങളും ഗാസ സ്ട്രിപ്പിലുമാണ്. അപ്പോൾ അതിനകത്ത് ഈ ഉൺറാവക്കുള്ള ഫണ്ടിങ് കട്ട് ചെയ്തതിനുള്ള ഒരു കാരണമായിട്ട് ഇപ്പോൾ ഈ ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ ഈ വെസ്റ്റേൺ അലയൻസിൻ്റെയും ഭാഗത്തുനിന്ന് വരുന്ന കാരണമായിട്ട് അവർ പറയുന്നത് ഉൺറാവക്കകത്തുള്ള വർക്കേഴ്സ് ഒരു 3-4 പേര് ഈ ഒരു ആക്രമണത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. പക്ഷേ ഉൺറാവക്കകത്ത് 10-30,000 വർക്കേഴ്സുള്ള വലിയൊരു ഏജൻസിയാണ് ഉൺറാവ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തുള്ള 3 വർക്കേഴ്സ് ഇത്തരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ഈ ഏജൻസിനെ മൊത്തത്തിൽ ശിക്ഷിക്കുന്നത് ഒരു കളക്റ്റീവ് പണിഷ്മെൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് അത് ഏജൻസിയുടെ ഹെഡ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള മറ്റൊരു കാരണമായിട്ട് പറയപ്പെടുന്നത് ഈ ഉൺറാവനെ ഇല്ലാതാക്കുക എന്നുള്ളത് ഒരുപാട് കാലമായിട്ട് ഇസ്രായേലി ഗവൺമെൻറ് അല്ലെങ്കിൽ അവിടുത്തെ റൈറ്റ് വിങ് കുറേ കാലമായിട്ട് ശ്രമിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ ഇതൊരു UN ഏജൻസി ആയതുകൊണ്ട് തന്നെ ഇതിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. പക്ഷേ ഈ ഇസ്രായേലിൻ്റെ ഈ റൈറ്റ് വിങ് എക്സ്ട്രീമിസ്റ്റുകളുമായിട്ട് വളരെ ക്ലോസ്ലി അലൈഡ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപ് US-ൽ അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം ഇത്തരത്തിൽ അമേരിക്കയുടെ ഫണ്ടിങ്, ഉൺറാവക്കുള്ള ഫണ്ടിങ് നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന് ഇസ്രായേലിന് തിരിച്ചടി കിട്ടുന്ന രീതിയിലൊരു വിധിയൊക്കെ വന്നതിന് ശേഷം അതിനുള്ള ഒരു റിട്ടാലിയേഷൻ എന്നുള്ള രീതിയിലാണ് ഇവർ ഈ കാര്യം ചെയ്യുന്നതെന്നാണ് ഇതിനെ എതിർക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകൾ പറയുന്നത്. ഇപ്പോൾ ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ ഇപ്പോൾ ഒരു കഴിഞ്ഞ 6 മാസമായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞൊരു 4 മാസമായിട്ട് നമ്മൾ സ്ഥിരം കേൾക്കുന്നൊരു സംഗതിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസുകളൊക്കെ വരുന്ന സമയത്ത് ഇതൊക്കെ എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കുക, പ്രിലിംസിനൊക്കെ മേ ബി ചോദിക്കാം എന്നുള്ളതുകൊണ്ട്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഇക്കോവാസ് എന്ന് പറയുന്നതാണ്. ഇക്കോവാസ് എന്ന് പറയുന്നത് വെസ്റ്റ് ആഫ്രിക്കയിലുള്ള രാജ്യങ്ങളുടെ ഒരു ബ്ലോക്കാണ്. അപ്പോൾ അതിൽ നിന്ന് ബുർക്കിന ഫാസോ, മാലി, നൈജർ എന്നീ 3 രാജ്യങ്ങൾ ഈ ഇക്കോവാസിൽ നിന്ന് പിന്മാറാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഹിന്ദുവിൻ്റെ പേജ് 13 ഒരു ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ 3 രാജ്യങ്ങളിലാണ് ഇപ്പോൾ റീസെൻ്റ്ലി കഴിഞ്ഞൊരു 2-3 വർഷത്തിനകത്ത് സൈനിക അട്ടിമറിയിലൂടെ അവിടുത്തെ സൈന്യം അധികാരം പിടിച്ചിട്ടുള്ള 3 രാജ്യങ്ങളാണ് ഈ മാലിയും നൈജറും അതുപോലെ തന്നെ ബുർക്കിന ഫാസോ ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രാജ്യങ്ങൾ വെസ്റ്റേൺ വേൾഡിൽ നിന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്രാൻസ് പോലുള്ള അവരുടെ പഴയ കൊളോണിയൽ മാസ്റ്റേഴ്സിൽ നിന്ന് കൂടുതലാകുന്ന കുറച്ചും കൂടി റഷ്യയുമായിട്ടും ചൈനയായിട്ടൊക്കെ ക്ലോസ് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിഡ്രോവലും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇനി എന്താണ് ഈ
വാസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്കണോമിക് കമ്മ്യൂണിറ്റി ഫോർ വെസ്റ്റ് ആഫ്രിക്കൻ സ്റ്റേറ്റ്സ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. എക്കണോമിക് കമ്മ്യൂണിറ്റി ഫോർ വെസ്റ്റ് ആഫ്രിക്കൻ സ്റ്റേറ്റ്സ്. അപ്പോൾ ഇതിനെ ഒരു CEDEAO എന്നും വിളിക്കാറുണ്ട്. അത് ഫ്രഞ്ചിലുള്ളതിൻ്റെ ഒരു അബ്രീവേഷൻ ആണ്. സോ ഇതൊരു വെസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ഒരു റീജിയണൽ ആൻഡ് പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് റീജിയണൽ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് യൂണിയൻ ആണെന്ന് പറയാം. വെസ്റ്റ് ആഫ്രിക്കയിൽ നിന്നുള്ള 15 രാജ്യങ്ങളാണ് ഇതിനകത്ത് അംഗങ്ങളായിട്ടുള്ളത്. 1975 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടാൻ കാരണമായിട്ടുള്ള ഇതിൻ്റെ ഫൗണ്ടിങ് ട്രീറ്റി എന്ന് പറയുന്നത് ലാഗോസ് ട്രീറ്റി എന്ന് പറയുന്ന ട്രീറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സംഘടനയുടെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത് ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ രാജ്യങ്ങൾക്കിടയിലുള്ള അല്ലെങ്കിൽ ഈ റീജിയനിലെ എക്കണോമിക് ഇൻ്റഗ്രേഷൻ, കോപ്പറേഷൻ, ഡെവലപ്മെൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ വെസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ സഹകരണം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇവരുടെ സെക്രട്ടേറിയറ്റും ഹെഡ് ക്വാർട്ടേഴ്സും ഒക്കെ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് നൈജീരിയയുടെ ഭാഗമായിട്ടുള്ള അബൂജയിലാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് ആണ്. ഈ ഫോറസ്റ്റ് റൈറ്റ് ആക്ടിനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഫോറസ്റ്റ് റൈറ്റ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് ഹിന്ദുവിൻ്റെ പേജ് 10 ഫോറസ്റ്റ് റൈറ്റ് ക്യാൻ ഇൻഫ്ലുവൻസ് പോൾ റിസൾട്ട് ഇൻ നിയർലി 1/3 ഓഫ് ലോക്സഭ സീറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഫോറസ്റ്റ് റൈറ്റ് ആക്ട് അല്ലെങ്കിൽ ഒഫീഷ്യലി ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് അതർ ട്രഡീഷണൽ ഫോറസ്റ്റ് ഡെല്ലേഴ്സ് റെക്കഗ്നിഷൻ ഓഫ് ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് എന്ന് പറയുന്ന നിയമം ഇന്ത്യൻ പാർലമെന്റ് 2006 പാസ്സാക്കിയിട്ടുള്ളതാണ്. സോ ഈ നിയമം ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇന്ത്യയിൽ ഈ ആദിവാസികളായിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് നമുക്കറിയാം അവർ കൂടുതലും ഫോറസ്റ്റ് ഏരിയാസിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഒരു ഏരിയയിൽ ജീവിക്കുന്നവരാണെങ്കിൽ പോലും അവർക്ക് ലാൻഡ് റൈറ്റ്സ് ഇല്ല. കാരണം ഈ വനഭൂമി എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ കൺട്രോളിൽ വരുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ ഒരു നഷ്ടപരിഹാരം കൊടുക്കാതെ അവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റും. ഫോറസ്റ്റ് ഓഫീഷ്യൽസിന്റെ ഒക്കെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിൽ ഹരാസ്മെന്റ് ഫേസ് ചെയ്യുന്ന ഒരാൾക്കാരും കൂടിയാണ് അവർ. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർക്ക് അവർ ജീവിക്കുന്ന ഭൂമിയുടെ മുകളിൽ അവകാശം കൊടുക്കുന്ന അല്ലെങ്കിൽ ലീഗൽ റൈറ്റ്സ് കൊടുക്കുന്ന നിയമമാണ് ഫോറസ്റ്റ് റൈറ്റ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെ എംപവർമെന്റുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞൊരു 20 വർഷത്തിനകത്ത് നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡെവലപ്മെന്റുകളിൽ ഒന്നാണ് ഈ ഒരു FRA ആക്ടിന്റെ എനാക്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇത് കൂടാതെ ഇവിടുത്തെ ഗ്രാമസഭകൾ, വില്ലേജ് കൗൺസിൽസിനൊക്കെ ഇവരുടെ ഫോറസ്റ്റ് ലാൻഡ് എന്തൊക്കെ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം, അതിന്റെ ട്രാൻസ്ഫർ, നോൺ ഫോറസ്ട്രി യൂസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഡിസിഷൻസ് എടുക്കാനുള്ള അധികാരം ഈ ലോക്കൽ ബോഡീസിന് കിട്ടുന്നുണ്ടെന്നും മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് നെക്സ്റ്റ് എക്സാമിനെ കുറിച്ചാണ്. സോ ഇതിനെക്കുറിച്ച് ദ ഹിന്ദുവിൻ്റെ പേജ് 9 ഒരു റിപ്പോർട്ട് അവർ പബ്ലിഷ് ചെയ്തിട്ട് നമ്മളൊരു മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഈ നെക്സ്റ്റ് എക്സാം എന്ന് പറയുന്നത്. സോ ഈ നാഷണൽ എക്സിറ്റ് ടെസ്റ്റ് എന്നാണ് ഈ നെക്സ്റ്റ് എക്സാമിൻ്റെ ഫുൾ ഫോം. നാഷണൽ എക്സിറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത്, അതായത് മെഡിക്കൽ കോളേജുകളിൽ പഠിച്ചിറങ്ങുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഒരു എക്സാമിനേഷനാണ്. ഇത് നടപ്പിലാക്കി തുടങ്ങിയിട്ടില്ല. അപ്പം മെഡിക്കൽ എൻട്രൻസ് ആയിട്ട് നീറ്റ് ഉള്ളതുപോലെ ഒരു മെഡിക്കൽ എക്സിറ്റ് ടെസ്റ്റ് ആയിട്ടാണ് നെക്സ്റ്റ് പ്രപ്പോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ ഈ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് ഉണ്ടല്ലോ, അതായത് MBBS ക്ലിയർ ചെയ്ത് ജോലിക്ക് വേണ്ടിയിട്ട് പുറത്തിറങ്ങുന്ന ആൾക്കാർ, അപ്പോൾ അവർ ഇറങ്ങുന്ന സമയത്ത് അവർക്കൊരു ക്വാളിറ്റി ഉണ്ട് എന്നുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ക്വാളിറ്റി ഉണ്ടെന്ന് അഷ്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന് സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അസസ്മെൻറ്റ് പ്രോസസ്സാണ് ഈ നെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിലവിൽ മൾട്ടിപ്പിൾ സ്റ്റേറ്റ് മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷനും അതുപോലെ തന്നെ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നെക്സ്റ്റ് പ്രപ്പോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഇത് ഇവിടുത്തെ മെഡിക്കൽ എഡ്യൂക്കേഷനകത്തൊരു സ്റ്റാൻഡേർഡൈസേഷൻ കൊണ്ടുവരും. അതുപോലെ തന്നെ ഈ പഠിച്ചിറങ്ങുന്ന ആളുകൾക്ക് ആ ക്വാളിറ്റി ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ പറ്റും. കോമ്പറ്റേറ്റീവ്നെസ് വർദ്ധിപ്പിക്കാൻ പറ്റും. ഈ മെഡിക്കൽ എഡ്യൂക്കേഷണൽ സെക്ടറിനകത്ത് എഫിഷ്യൻസി അല്ലെങ്കിൽ ഗ്രാജുവേറ്റ്സിൻ്റെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്, ഇപ്പോൾ തമിഴ്നാട് പോലുള്ള സ്റ്റേറ്റുകൾ ഈ നീറ്റിനെയും നെക്സ്റ്റിനെയും ഒക്കെ വലിയ ഇതിൽ എതിർക്കുന്ന സംസ്ഥാനങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് സ്റ്റാൻഡേർഡൈസേഷൻ കൺസേൺ ആണ്. അതായത് ഒരു വൺ ഫിറ്റ് ഫോർ ഓൾ എന്നുള്ള രീതിയിലായിരിക്കും ഇത് വരുന്നത്. അപ്പോൾ ഇതൊരു ഈ പറയുന്ന ഡൈവേഴ്സ് ലേണിംഗ് എക്സ്പീരിയൻസിനെ അഡക്വേറ്റ്ലി ക്യാപ്ചർ ചെയ്യാൻ ഇതിന് പറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് റീജിയൻസിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഇതിൻ്റെ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഇനി മറ്റൊന്ന് ഇൻക്ലൂസിവിറ്റി ഇഷ്യൂസ് ആണ്. അതായത് മാർജിനലൈസ്ഡ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള പിള്ളേർക്ക് ഇപ്പോൾ ഓൾറെഡി നീറ്റൊക്കെ വന്നതിന് ശേഷം പറയപ്പെടുന്ന ഒരു പ്രശ്നമാണ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള മാർജിനലൈസ്ഡ് ആയിട്ടുള്ള വിഭാഗങ്ങളിൽ പെടുന്നവർക്ക് നീറ്റ് എക്സാം ഒക്കെ ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് മാറിയിട്ടെന്ന് പറയും. അപ്പോൾ അതേ രീതിയിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ലിമിറ്റഡ് റിസോഴ്സിന് വേണ്ടിയിട്ട് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് ആക്സസ് ഉള്ള ആളുകൾക്ക് ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഒരു ക്ലാസ് ഡിഫറൻസ് ഇതിനകത്ത് വരാനുള്ള ചാൻസ് കൂടുതലാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചില സംസ്ഥാനങ്ങൾ ഓൾറെഡി ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള
ഇത്തരത്തിലുള്ള ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റുകൾ അത് ഒഴിവാക്കാൻ തയ്യാറല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റുകൾ ഇതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതും ഒരു പ്രശ്നമാണ്. മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഓട്ടോണമി ഇല്ലാതാക്കുന്നു എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രശ്നമാണ്. ഇത് നമുക്ക് ഏറ്റവും അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് പ്ലേസസ് ഇൻ ന്യൂസ് ആണ്. അത് ലാ റിയൂണിയൻ ആണ്. സോ ഈ റിയൂണിയൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഓഷൻ റീജിയനിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഐലൻഡാണ് റിയൂണിയൻ ഐലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് മാപ്പിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ മഡ്ഗാസ്കാറിൻ്റെ ഒക്കെ അടുത്തായിട്ട്, മഡ്ഗാസ്കാറിൻ്റെയും മൗറീഷ്യസിൻ്റെ ഒക്കെ ഇടയിലായിട്ടാണ് ഈ റിയൂണിയൻ ഐലൻഡ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് പക്ഷേ ഇന്ത്യൻ ഓഷൻ റീജിയനിലുള്ള ഫ്രാൻസിൻ്റെ ഒരു ഓവർസീസ് ടെറിട്ടറിയാണ്. അതായത് ഫ്രാൻസിൻ്റെ ഭാഗമാണ് ഈ റിയൂണിയൻ ഐലൻഡ് എന്ന് പറയുന്നത്. സോ ഇത് ഈ ഭാഗത്തുള്ള ഒരു മാസ്ക്രീൻ ഐലൻഡ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ഉണ്ട്. ഏകദേശം മഡ്ഗാസ്കറിൽ നിന്ന് 679 കിലോമീറ്റർ കിഴക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ മാസ്ക്രീൻ ഐലൻഡ്സിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ റിയൂണിയൻ ഐലൻഡ്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൗറീഷ്യസ് ഐലൻഡ്സിന്റെ ഒരു 175 കിലോമീറ്റർ സൗത്ത് വെസ്റ്റ് ആയിട്ടാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ പറയുന്ന റിയൂണിയൻ ഐലൻഡിന്റെ ഏറ്റവും വലിയ സിറ്റിയും അതുപോലെ തന്നെ അവരുടെ ക്യാപിറ്റലും ആയിട്ടുള്ളത് സെന്റ് ഡെനീസ് എന്ന് പറയുന്നതാണ് ഇവരുടെ ബിഗ്ഗസ്റ്റ് ആൻഡ് ക്യാപിറ്റൽ സിറ്റി ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇതാണ് സെന്റ് ഡെനീസ് എന്ന് പറയുന്നത്. സോ ഇതൊരു ഫ്രഞ്ച് ഓവർസീസ് ടെറിട്ടറി ഇൻ ഇന്ത്യൻ ഓഷൻ റീജിയൻ ആണെന്ന് മനസ്സിലാക്കുക. കുറച്ചും കൂടി ആഫ്രിക്കൻ കോസ്റ്റിന്റെ ഒക്കെ അടുത്തായിട്ടാണ് ഇത് കിടക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.